നമ്മളിപ്പോൾ പഠിച്ച കാര്യത്തിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. നമുക്കൊരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടക്സുകൾ തന്നേക്കണു. ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചേക്കുന്ന ഐഡിയയിൽ നേരെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ പഠിച്ചേക്കുന്നത് ഇങ്ങനെയാണ്: ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഈക്വൽ ടു, ഒരു ട്രയാങ്കിളിൻ്റെ പരപ്പളവ് അല്ലെങ്കിൽ ഏരിയ. ട്രയാങ്കിളിനെ ഞാൻ ഈ സിമ്പിൾ വെച്ച് റെപ്രസെൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ജസ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു 1/2 ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ വെർട്ടെക്സ് എഴുതുക 3, 8. രണ്ടാമത്തെ വെർട്ടെക്സ് എഴുതുക, മൂന്നാമത്തെ വെർട്ടെക്സ് എഴുതുക. ഇനി ഇതിൻ്റെ ഒക്കെ അറ്റത്ത് ഓരോ 1 ഇട്ട് കൊടുക്കുക. ഇനി 1/2 അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഫസ്റ്റ് റോയിൽ കിടക്കുന്ന ആദ്യത്തെ എലമെൻറ്റ് 3 എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കി ബാക്കിയുള്ളിടത്ത് ചെയ്ത് നോക്കി. അപ്പോൾ ഇവിടെ 2 × 1 2 - 1. അപ്പോൾ ഇവിടെ നമുക്ക് 2 - 1 എന്നാണ് കിട്ടുക. അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ മൈനസ് ചിഹ്നം ഇട്ടിട്ട് 8 എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളിടത്ത് -4 × 1 -4 -1 × 5 5. അടുത്തത് എടുക്കുമ്പോൾ +1 എന്ന് വേണം എടുക്കാൻ. അപ്പോൾ +1 എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ഇവിടെ -4 -2 × 5 10. അടുത്ത സ്റ്റെപ്പിൽ 1/2 അങ്ങനെ തന്നെ അവിടെ കിടന്നോട്ടെ. അതിന് നമുക്കിപ്പോൾ ഒന്നും ചെയ്യണ്ട. അതിന് നമുക്ക് അവസാനം നോക്കിയാൽ മതി. ഇവിടെ 3 × 2 - 1. 2 - 1 എന്ന് പറഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ 3 × 1 -8 ഇൻറ്റു ഇത് -4 -5 എന്ന് പറഞ്ഞാൽ -9 ആണ്. 2 മൈനസ് വന്നാൽ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടണം. ഇവിടെയാണെങ്കിൽ +1 ഇൻറ്റു -14. അടുത്ത സ്റ്റെപ്പിൽ 1/2 അങ്ങനെ തന്നെ എഴുതി. 3 × 1 എന്ന് പറഞ്ഞാൽ 3 ആണ്. -8 ഇൻറ്റു -9, 2 മൈനസ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്താൽ +72. ഇവിടെ -14. നമ്മുടെ ആൻസർ 1/2 ഇൻറ്റു 3 72 കൂട്ടിയാൽ 75 ആയി. 75 നിന്ന് 14 കുറച്ചാൽ 61 ആയി. അപ്പോൾ നമുക്ക് നമ്മുടെ ഫൈനൽ ആൻസറായിട്ട് 61/2 സ്ക്വയർ യൂണിറ്റ്. നമുക്ക് ഏത് യൂണിറ്റാണെന്ന് അറിയില്ല. സെൻറ്റിമീറ്റർ ആവോ മീറ്റർ ആണോ അത് നമുക്കറിയില്ല. സോ നമ്മൾ ജനറലായിട്ട് സ്ക്വയർ യൂണിറ്റ് എന്ന് എഴുതി. ഇതാണ് ഈ പറഞ്ഞ ട്രയാങ്കിളിൻ്റെ ഏരിയ. ഓക്കെ, കണ്ടോ, ഡിറ്റർമിനൻറ്റ് വെച്ചിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ. ഇതുപോലെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. ഇവിടെ ഇവർ പറഞ്ഞേക്കണത് 2A B എന്ന് പറഞ്ഞ 2 പോയിൻറ്റ്. ഈ 2 പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറഞ്ഞേക്കണത് യൂസിങ് ഡിറ്റർമിനൻസ്. ഈ 2 പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണണം യൂസിങ് ഡിറ്റർമിനൻസ്. അപ്പോൾ അതൊരു വെറൈറ്റി ക്വസ്റ്റ്യനാണ്. നമ്മളിപ്പോൾ പഠിച്ച ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ ഡിറ്റർമിനൻറ്റ് ഉപയോഗിക്കാമെന്ന് പഠിച്ചു. അതുപയോഗിച്ച് എങ്ങനെയാണ് ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതിനൊരു ഫിഗറായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ട് നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഇപ്പോൾ അതേ അവർ പറഞ്ഞ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: എ എന്ന് പറയുന്ന ഒരു പോയിൻറ്റ്, ഇതിൻ്റെ കോർഡിനേറ്റ്സ് 1,3. ബി എന്ന് പറയുന്ന ഒരു പോയിൻറ്റ്, അതിൻ്റെ കോർഡിനേറ്റ്സ് 0,0. ഈ 2 പോയിൻറ്റിലൂടെയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ കാണണം. അത് നമ്മുടെ ഡിറ്റർമിനൻസിൻ്റെ ഐഡിയ ഉപയോഗിച്ച് കാണണം. അപ്പോൾ അത് ചെയ്യാനുള്ള വഴി എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ലൈനിൽ ഇടയിൽ എവിടെയെങ്കിലും ഉള്ള ഒരു ജനറൽ പോയിൻ്റ് എടുക്കുക. ഇപ്പോൾ XY എന്ന് പറഞ്ഞിട്ട് ഈ ലൈനിൽ എവിടെയെങ്കിലും കിടക്കുന്ന ഒരു ജനറൽ പോയിൻ്റ് എടുക്കുക. റാൻഡമായിട്ട് ഈ ലൈനിലുള്ള ഒരു പോയിൻ്റ് XY എന്ന് പറഞ്ഞ് കൺസിഡർ ചെയ്യാം. ഇപ്പോൾ നോക്കിയേ, ഈ 3 പോയിൻറ്റ്സും കൊളീനിയർ അല്ലേ? അപ്പോൾ ഇത്തരത്തിൽ 3 കൊളീനിയർ പോയിൻറ്റ്സ് വെച്ചിട്ടൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെന്ന് സങ്കല്പിച്ചാൽ അതിൻ്റെ ഏരിയ 0 ആവണ്ടേ? അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും കൊളീനിയർ പോയിൻ്റ് വെച്ച് ട്രയാങ്കിൾ ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ ഏരിയ 0 എന്ന് അസ്യൂം ചെയ്യണത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ 3 പോയിൻറ്റ്സ് വെച്ച് ഒരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ആ ട്രയാങ്കിളിൻ്റെ ഏരിയ നമുക്ക് ഉറപ്പാണ് 0 ആയിരിക്കും എന്ന് നമുക്ക് ഉറപ്പാണ്.
ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് നോക്കാം. അപ്പോൾ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാൻ നമ്മൾ പഠിച്ചേക്കണത് ഹാഫ് ഇൻറ്റു ഈ പോയിൻ്റുകൾ ഇട്ട് കൊടുക്കുക. അപ്പോൾ 1 3 x y 0 0 ഓരോ 1 വെച്ച് ഇട്ട് കൊടുത്തു. ഇങ്ങനെയാണ് നമ്മളിതിൻ്റെ ഏരിയ കാണാൻ പഠിച്ചേക്കണത്. അത് ഈക്വൽ ടു എന്തായാലും 0 ആയിരിക്കും. കാരണം ഈ 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണ്. സോ ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായാലും 0 ആയിരിക്കും. അടുത്ത സ്റ്റെപ്പിൽ ഈ 1/2 അപ്പുറത്തേക്ക് കൊടുക്കുക. 1/2 അപ്പുറത്തേക്ക് പോയാൽ ഇൻറ്റു 2/1 എന്നാവും. 0 ഇൻറ്റു 2/1 എന്ന് പറഞ്ഞാൽ 0 തന്നെ. അപ്പോൾ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ ഇയാളെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് നമുക്ക് ഇങ്ങനെ എഴുതാം. therefore determinant 1 3 1 xy1 0 0 1 ഈക്വൽ ടു 0. 1/2 അപ്പുറത്തേക്ക് പോയാൽ ഇൻറ്റു 2/1 ആവും. അത് 0 തന്നെ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് കിടക്കുന്ന 1 എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും കളഞ്ഞു. ബാക്കിയുള്ളത് y, ഇവിടെ y മൈനസ് 0 ഇങ്ങനെ വന്നു. അടുത്ത് എടുക്കുമ്പോൾ മൈനസ് ചിഹ്നം ഇട്ടിട്ട് വേണം എടുക്കാൻ. അപ്പോൾ -3 ഇൻറ്റു ഇതുൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ x ഇൻറ്റു 1 മൈനസ് 1 ഇൻറ്റു 0 എന്ന് വെച്ചാൽ x മൈനസ് 0. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ പ്ലസ് ചിഹ്നം ഇട്ടാണ് എടുക്കേണ്ടത്. +1 എടുത്തു. 1 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. അപ്പോൾ ഈ റോയും പോയി ഈ കോളവും പോയി. ബാക്കി x ഇൻറ്റു 0 0 മൈനസ് 0. അപ്പോൾ ആ ടേം ഫുള്ള് 0. അപ്പോൾ ഇതാണ് നമ്മുടെ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടുന്നത്. അത് ഈക്വൽ ടു 0 ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് കൊടുത്തു. അടുത്ത സ്റ്റെപ്പിൽ ഇവിടെ 1 ഇൻറ്റു y എന്ന് പറഞ്ഞാൽ y ആണ്. ഇവിടെ -3x പ്ലസ് 0 ഈക്വൽ ടു 0. നമുക്ക് വേണമെങ്കിൽ ഇതിനെ y ഈക്വൽ ടു 3x എന്ന് എഴുതാം. ഇതാണ് ഈ 2 പോയിൻറ്റിൽ കൂടെ കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. y ഈക്വൽ ടു 3x. സിമ്പിളായിട്ട് നമ്മൾ ഡിറ്റർമിനൻസിൻ്റെ ഐഡിയ ഉപയോഗിച്ചിട്ട് ആ ഇക്വേഷൻ കണ്ടുപിടിച്ചു. അപ്പോൾ ഇതാണ് ഈ ഡിറ്റർമിനൻസിനെ കുറിച്ച് പഠിക്കുന്നതിൻ്റെ അടുത്തൊരു അപ്ലിക്കേഷൻ. അപ്പോൾ നമ്മൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് തന്നെ അതേ ഐഡിയ ഉപയോഗിച്ച് ഒരു ലൈൻ്റെ ഇക്വേഷനും കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ പഠിച്ചു. ഇതും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വന്ന വഴി മറക്കാതിരിക്കുക. അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്തത് നമുക്ക് 3 പോയിൻറ്റ്സ് തന്നിരിക്കുന്നു. A B C അങ്ങനെ 3 പോയിൻറ്റ്സ് തന്നിരിക്കുന്നു. ഈ 3 പോയിൻറ്റ്സും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 3 പോയിൻറ്റ്സും കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 പോയിൻറ്റ്സും ഒരേ ലൈനിലാണെന്ന് പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിന് പിന്നിലുള്ള ഐഡിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3 പോയിൻറ്റ്സ് തന്നിട്ട് അത് കൊളീനിയർ ആണെന്ന് തെളിയിക്കാൻ പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു റിമാർക്കിൽ കണ്ടു 3 പോയിൻറ്റ്സ് കൊളീനിയർ ആണെങ്കിൽ ആ 3 പോയിൻ്റ് വെച്ച് നമ്മളൊരു ട്രയാങ്കിൾ ഉണ്ടാക്കിയെന്ന് സങ്കല്പിച്ചാൽ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. അങ്ങനെ 0 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം ദീസ് പോയിൻറ്റ്സ് ആർ കൊളീനിയർ. അപ്പോൾ നമുക്കിത് കൊളീനിയർ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇത് വെർട്ടെക്സുകളായിട്ട് വരുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ കണ്ടുപിടിച്ച് നോക്കാം. ഏരിയ കിട്ടുമ്പോൾ 0 എന്നാണ് കിട്ടുന്നത് എങ്കിൽ ദീസ് പോയിൻറ്റ്സ് ആർ കൊളീനിയർ, അല്ലെങ്കിൽ ദേ ആർ നോട്ട് കൊളീനിയർ. നമുക്ക് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ് ആദ്യത്തെ പോയിൻ്റ് എഴുതി A B പ്ലസ് C, അടുത്ത് B C പ്ലസ് A, ദെൻ C A പ്ലസ് B, പിന്നെ ഇവിടെ 1 1 1 ചേർക്ക്. ഇതാണ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ. അപ്പോൾ ഇത് വെച്ച് ഏരിയ കാണുമ്പോൾ 0 എന്നാണ് ഉത്തരം കിട്ടുന്നതെങ്കിൽ ദീസ് പോയിൻറ്റ്സ് ആർ കൊളീനിയർ. വേറെ എന്ത് ഉത്തരമാണ് കിട്ടുന്നതെങ്കിലും ദേ ആർ നോട്ട് കൊളീനിയർ. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം 1/2 അങ്ങനെ തന്നെ എഴുതി. ഡിറ്റർമിനൻ്റ് കാണാനായിട്ട് ഫസ്റ്റ് റോ വെച്ച് ഞാൻ തുടങ്ങുകയാണ്. അപ്പോൾ ആദ്യം A എന്ന് പറയുന്ന എലമെൻ്റ് എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കിയുള്ളിടത്ത് C പ്ലസ് A മൈനസ് 1 ഇൻറ്റു A പ്ലസ് B എന്ന് പറഞ്ഞാൽ A പ്ലസ് B തന്നെ. ഇനി മൈനസിന് ശേഷം ഇങ്ങനെ വരികയാണെങ്കിൽ 2 ടേമൊക്കെ വരികയാണെങ്കിൽ ബ്രാക്കറ്റ് ഇടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ബ്രാക്കറ്റ് ഇട്ടു. അടുത്ത ടേം എഴുതുമ്പോൾ -(B+C) എന്ന് എഴുതി.
മൈനസ് ഓഫ് ബി പ്ലസ് സി എന്ന് എഴുതി. അതിനുശേഷം അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. നമുക്കിത് താഴെ എഴുതാം. മൈനസ് ഓഫ് ബി പ്ലസ് സി എന്ന് എഴുതി. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. മൈനസ് ഓഫ് ബി പ്ലസ് സി അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഈ റോയും അല്ലെങ്കിൽ ഈ റോയും ഈ കോളവും പോയി. അപ്പോൾ ഇവിടെ ബി മൈനസ് ബി ഇൻറ്റു 1 ബി മൈനസ് 1 ഇൻറ്റു സി, ബി മൈനസ് സി എന്ന് കിട്ടി. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ പ്ലസ് 1 എടുത്തു. അതുൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ദെൻ ബി ഇൻറ്റു എ പ്ലസ് ബി, ബി ഇൻറ്റു എ പ്ലസ് ബിനെ ഞാൻ ഒറ്റയടിക്ക് ബി എ പ്ലസ് ബി സ്ക്വയർ എന്ന് എഴുതണു. മൈനസ് ഇത് മൾട്ടിപ്ലൈ ചെയ്തു, മൈനസ് ഇത്. അപ്പോൾ സി പ്ലസ് എ ഇൻറ്റു സി എന്ന് പറഞ്ഞാൽ ഞാൻ അതിന് ഒറ്റയടിക്ക് സി സ്ക്വയർ പ്ലസ് എ സി എന്ന് എഴുതണു. അവിടെ മൈനസ് ഉള്ള കാരണം നമ്മളിങ്ങനെ ഒരു ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതിയിരിക്കണം. ഇനി നമുക്കിതിൻ്റെ മൊത്തത്തിലുള്ള വാല്യൂയിലേക്ക് പോവാം. അപ്പോൾ 1/2 അവിടെ വെച്ചു ഇൻറ്റു ഇവിടെ സി പ്ലസ് എ മൈനസ് എ പ്ലസ് ബി. ഇപ്പോൾ ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് കൊടുത്തു എന്ന് വെക്കുക. അപ്പോൾ ഇവിടെ പ്ലസ് എ ഇവിടെ മൈനസ് എ അത് ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എ ഇൻറ്റു എയും മൈനസ് എയും വെട്ടിപ്പോയി. ഇവിടെ സി മൈനസ് ബി എന്നാണ് വരിക. ഓക്കെ, ഈ മൈനസിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ ഇത് മൈനസ് ബി ആയി. അപ്പോൾ അവിടെ സി മൈനസ് ബി എന്നാണ് വരിക. ഫസ്റ്റ് ടൈം കിട്ടി. ഇനി രണ്ടാമത്തത് ബി പ്ലസ് സി ഇൻറ്റു ബി മൈനസ് സി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ദാറ്റ് ഈസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ. അപ്പോൾ അതിന് ഞാൻ മൈനസ് ഉള്ള കാരണം ഒരു ബ്രാക്കറ്റിലിട്ടു. ഇനി ഇവിടെയാണെങ്കിൽ ഫുൾ ടേം ഒരുമിച്ച് എഴുതിയ ബി എ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ മൈനസ് എ സി, ഇങ്ങനെയാണ് ഇവിടെ വരിക. ഇനി നമുക്കിതിനെ ഉള്ളിലേക്കൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ 1/2 ഇൻറ്റു എ കൊണ്ട് ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എ സി മൈനസ് എ ബി, മൈനസ് ഉള്ളിലേക്ക് കൊടുത്തു, മൈനസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. ഇവിടെ പ്ലസ് ബി എ പ്ലസ് ബി സ്ക്വയർ മൈനസ് സി സ്ക്വയർ മൈനസ് എ സി. ഇനി നോക്കി, ഇവിടെ ഒരു എ സി ഉണ്ട്, ഇതൊരു എ സി, ഇവിടെ ഒരു മൈനസ് എ സി. അപ്പോൾ എ സി മൈനസ് എ സി, എ സി മൈനസ് എ സി എന്ന് പറഞ്ഞാൽ അത് കട്ട് ചെയ്ത് പോയി 0. ഇനി ഇവിടെ ഒരു മൈനസ് എ ബി ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ബി എ ഉണ്ട്. മൈനസ് എ ബി ഉണ്ട്, പ്ലസ് ബി എ എന്ന് പറഞ്ഞാൽ എ ബി തന്നെ. മൈനസ് എ ബി ഉണ്ട്, പ്ലസ് എ ബി ഉണ്ട്, അതും കട്ട് ചെയ്ത് പോയി. ഇവിടെ ഒരു മൈനസ് ബി സ്ക്വയർ ഉണ്ട്, ഇവിടെ ഒരു പ്ലസ് ബി സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്ത് പോയി. ഇവിടെ ഒരു പ്ലസ് സി സ്ക്വയർ ഉണ്ട്, ഒരു മൈനസ് സി സ്ക്വയർ ഉണ്ട്, കട്ട് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെയുള്ള എല്ലാ ടേമുകളും കട്ട് ചെയ്ത് പോയി. ഇനി ഇവിടെ ബാക്കിയുള്ളത് 1/2 ഇൻറ്റു 0. എല്ലാവരും കട്ട് ചെയ്ത് പോയി എന്ന് പറഞ്ഞാൽ ഇനി ആകെ 0 മാത്രമേ ഉള്ളൂ. സോ ഇതിൻ്റെ ഏരിയ 0 സ്ക്വയർ യൂണിറ്റ് എന്ന് കിട്ടി. അപ്പോൾ ഇത്തരത്തിൽ 3 പോയിന്റുകൾ എടുത്ത് ആ ട്രയാങ്കിൾ ആക്കി അതിൻ്റെ ഏരിയ കണ്ടു കഴിഞ്ഞാൽ 0 എന്ന് ഉത്തരം കിട്ടിയാൽ നിസ്സംശയം പറയാം ദീസ് പോയിന്റ്സ് ആർ കൊളീനിയർ. നമുക്കിവിടെ 0 എന്ന് ഉത്തരം കിട്ടി. അപ്പോൾ നമുക്ക് പറയാം therefore these points are collinear എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ ആൻസർ. അപ്പോൾ ഇനി കൊളീനിയർ ആണെന്ന് പ്രൂവ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഐഡിയ. ഓക്കെ, ഇനി അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫൈൻഡ് വാല്യൂസ് ഓഫ് കെ ഇഫ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈസ് 4 സ്ക്വയർ യൂണിറ്റ് ആൻഡ് വേർട്ടീസസ് K0 4 0 0 2. അതായത് ഒരു ട്രയാങ്കിളിൻ്റെ വെർട്ടെക്സുകൾ K0 4 0 0 2 എന്ന് തന്നേക്കണം. കെ എന്ന് പറഞ്ഞാൽ നമുക്കറിയില്ല ഒരു നമ്പർ. എന്നിട്ട് ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ 4 എന്ന് തന്നേക്കണം. ഫൈൻഡ് കെ, അതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഏരിയ തന്നിട്ട് ബാക്കി കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ റിമാർക്ക് 3 ആലോചിക്കുക. ഏരിയ തന്നിട്ട് വേറെ കാൽക്കുലേഷൻസ് വേണ്ടി വരുന്ന പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഏരിയയുടെ പോസിറ്റീവ് ആൻസറും എടുക്കണം, നെഗറ്റീവ് ആൻസറും എടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോബ്ലം ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു, നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കണത് 4 എന്നാണ് തന്നേക്കണത്. അപ്പോൾ നമ്മൾ എടുക്കുമ്പോൾ 4ഉം പറ്റും -4ഉം പറ്റും. ഇവിടെ 4 എന്ന് തന്നേക്കണം, അവിടെ വെച്ചു കേട്ടോ. ഇനി ഡിറ്റർമിനൻറ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ അത് കാണാനുള്ള ഇക്വേഷൻ ½ ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ പോയിൻ്റ് K0, അടുത്തത് 4 0, അടുത്തത് 0 2.
അറ്റത്ത് 1 1 1 എന്ന് കിട്ടും. ഈ ഇക്വേഷൻ്റെ ഉത്തരമായിട്ട് കിട്ടുന്നത് 4 എന്നാണ് അവർ പറഞ്ഞേക്കുന്നത്. ട്രയാങ്കിളിൻ്റെ ഏരിയ 4 എന്ന്. അപ്പോൾ ഏരിയ 4 ആണെങ്കിൽ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസറായിട്ട് 4ഉം വരും -4ഉം വരും. കാരണം എന്താ, നമ്മളെപ്പോഴും ഏരിയ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡിറ്റർമിനൻറ്റിൻ്റെ മോഡുലസ് എടുത്തിട്ടാണ് ഏരിയ പറയുക. അപ്പോൾ ഇവിടെ ഏരിയ 4 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം നമുക്ക് ചെയ്തപ്പോൾ 4ഉം കിട്ടിയിട്ടുണ്ടാവും, ചിലപ്പോൾ -4 ആവും കിട്ടിയിട്ടുണ്ടാവുക. സോ നമ്മൾ ഇനി ചെയ്യുമ്പോൾ ഇവിടെ +or-4 എന്ന് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഏരിയ തന്നിട്ടുള്ള ഏത് ചോദ്യം ചെയ്യുമ്പോഴായാലും ഇങ്ങനെ ഏരിയയുടെ സ്ഥാനത്ത് +or-4 എന്ന് വേണം നമ്മൾ ഉപയോഗിക്കാൻ. ഇപ്പോൾ ഇവിടെ ഏരിയ 35 എന്നാണ് പറഞ്ഞെങ്കിൽ +or-35 എന്ന് എഴുതേണ്ടി വന്നതാണ്. ഇനി നമ്മൾ നേരെ ബാക്കി പരിപാടികളിലേക്ക് പോവുക. ഇപ്പോൾ ഈ 1/2 വേണമെങ്കിൽ അപ്പുറത്തേക്ക് കൊടുക്കുക. അപ്പോൾ 1/2 അപ്പുറത്തേക്ക് പോയാൽ അത് × 2 ആയി. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ റൈറ്റ് സൈഡിൽ +or-8 എന്ന് എഴുതാം. ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് വാല്യൂ എക്സ്പാൻഡ് ചെയ്ത് നോക്കുക. അപ്പോൾ കെ എടുത്തു, കെ ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ റോയും പോയി, ഈ കോളവും പോയി, ബാക്കിയുള്ളിടത്ത് 0 - 2. അടുത്ത് എടുക്കുമ്പോൾ -0 എടുത്തു, അത് 0 ആണ്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആൾക്കാരെ കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. 0ൻ്റെ ഏത് സംഖ്യ വന്നാലും 0 തന്നെയാണ് ഉത്തരം. സോ അതവിടെ വെച്ചു. പിന്നെ +1 × 1 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഇവിടെ 8 - 0. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് -2k +8 എന്നാണ് കിട്ടുക. ഡിറ്റർമിനൻറ്റ് വാല്യൂ അത് = +or-8 എന്ന് കൊടുക്കുക. ആദ്യം നമ്മൾ +8 എന്ന് പറഞ്ഞ് ചെയ്ത് നോക്കുക. അതായത് -2k +8 = 8 എന്ന് പറഞ്ഞ് ചെയ്യുക. അപ്പോൾ +8 അപ്പുറത്തെ സൈഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് -8 ആയി. അപ്പോൾ നമുക്ക് 8 - 8 0. അടുത്ത സ്റ്റെപ്പിൽ k = 0/-2 എന്ന് വെച്ചാൽ 0 എന്ന് കിട്ടി. അപ്പോൾ കെയ്ക്ക് ഒരു ഉത്തരം നമുക്കിങ്ങനെ കിട്ടി. ഇനി അടുത്തത് നമ്മൾ -2k +8 = ഇപ്പോൾ നമ്മൾ വെറും 8 കൊടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ -8 കൂടി കൊടുക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ -2k = ഈ +8 റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ -8 ആയി. അപ്പോൾ ഇവിടെ -16 എന്ന് കിട്ടി. -2k = -16. അടുത്ത സ്റ്റെപ്പിൽ ഈ -2k എന്ന് പറഞ്ഞാൽ -2 × k എന്നാണ് അർത്ഥം. ഈ × -2നെ വലത്തോട്ട് കൊടുക്കുക. അപ്പോൾ × -2 റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ /-2 എന്നായി. അപ്പോൾ -16/-2. മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി. 16/2 8. അപ്പോൾ സത്യത്തിൽ കെയുടെ പോസിബിൾ വാല്യൂസ് എന്ന് പറയുന്നത് 0ഉം 8ഉമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഏരിയ തന്നിട്ടുള്ള ചോദ്യങ്ങളിൽ കെ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ കെക്ക് ചിലപ്പോൾ 2 വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് തന്ന ഏരിയ എത്രയാണോ അതിനെ +or- എന്ന് പറഞ്ഞ് എടുത്തിട്ട് വേണം ചെയ്യാൻ. ഈ 2 വാല്യൂസും കണ്ടുപിടിച്ചാലേ ഉത്തരം പെർഫെക്റ്റ് ആവുള്ളൂ. അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഇക്വേഷൻ ഓഫ് എ ലൈൻ ജോയിനിങ് 3 1 ആൻഡ് 9 3 യൂസിങ് ഡിറ്റർമിനൻറ്റ്സ്. ഇപ്പോൾ 3 1 9 3 ഈ 2 പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു ലൈനിൻ്റെ ഇക്വേഷൻ കാണാനാണ് പറയുന്നത് യൂസിങ് ഡിറ്റർമിനൻറ്റ്സ്. നമ്മളിതുപോലത്തെ ഒരു പ്രോബ്ലം ഓൾറെഡി എക്സാമ്പിളിൽ ചെയ്തതാണ്. ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഇപ്പോൾ ഒരു ലൈൻ ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ലൈനിൽ ഒരു പോയിൻ്റ് 3 1, അടുത്ത പോയിൻ്റ് 9 3. ഈ 2 പോയിന്റിൽ കൂടി കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഉണ്ട്. അയാളുടെ ഇക്വേഷൻ കാണണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക വെച്ചാൽ ഈ ലൈനിൻ്റെ ഇടയിലുള്ള ഏതെങ്കിലും ഒരു റാൻഡം ആയിട്ടുള്ള ഒരു പോയിന്റ് XY ആണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ ഒരു ലൈനിലെ പോയിന്റ്സ് ആണ് ഈ 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 പോയിന്റ് കൊളീനിയർ ആണെന്ന് അർത്ഥം. അപ്പോൾ ഇത്തരത്തിൽ 3 കൊളീനിയർ പോയിന്റ്സ് ഉണ്ടെങ്കിൽ അവരെ യോജിപ്പിച്ചുണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 0 ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ തുടങ്ങുക. ഇവരെ തമ്മിൽ യോജിപ്പിച്ചുണ്ടാക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്തായാലും 0 ആയിരിക്കും. ദെൻ ട്രയാങ്കിളിൻ്റെ ഏരിയ കാണാനായിട്ട് നമ്മൾ പഠിച്ചേക്കുന്ന ഐഡിയ ½ ഇൻറ്റു ഡിറ്റർമിനൻറ്റ് 3 1 എടുത്തു, XY എടുത്തു, 9 3 എടുത്തു, അറ്റത്ത് 1 1 1 = 0. ഈ 1/2 അപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് × 2/1 ആവും. അപ്പോൾ അത് 0 ആയിപ്പോയി. അപ്പോൾ നമ്മൾ ആ 1/2 വേണമെങ്കിൽ അപ്പുറത്തേക്ക് കൊടുത്തു എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 0 × 2/1 ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് 0. ഇനി നമുക്ക് ലെഫ്റ്റ് സൈഡ് ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഏരിയ ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഡിറ്റർമിനൻ്റ് എക്സ്പാൻഡ് ചെയ്യാം.
അപ്പോൾ ആദ്യം തന്നെ ഫസ്റ്റ് എലമെൻറ്റ് 3 എടുത്തു. 3 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കിയുള്ളിടത്ത് y മൈനസ് 3, അതായത് ഈ റോയും പോയി ഈ കോളവും പോയി. y ഇൻറ്റു 1 y മൈനസ് 1 ഇൻറ്റു 3 3 y മൈനസ് 3 മൈനസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. അപ്പോൾ എക്സ് മൈനസ് 9 എന്ന് കിട്ടും. എക്സ് മൈനസ് 9 പ്ലസ് 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളയുക. ബാക്കി ഇവിടെ 3x മൈനസ് 9y എന്ന് കിട്ടും. 3x മൈനസ് 9y ഈക്വൽ ടു നമ്മൾ നേരത്തെ പറഞ്ഞു ഈ 1/2 ഇപ്പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് 0 ഇൻറ്റു 2/1 ആവും, എന്ന് വെച്ചാൽ 0. ഇനി ഇവിടെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 3y മൈനസ് 9 മൈനസ് എക്സ്, ഈ മൈനസ് ഉള്ളിലേക്ക് കൊടുക്കുമ്പോൾ പ്ലസ് 9, ഇവിടെ 3x മൈനസ് 9y ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ഇതിൽ എക്സ് ഉള്ള ടേമുകൾ ഒരുമിച്ച് നോക്കാം. ഇവിടെ ഒരു പ്ലസ് 3x ഉണ്ട്, ഇവിടെ ഒരു മൈനസ് എക്സ് ഉണ്ട്. അപ്പോൾ 3x മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 2x. ഇനി y ഉള്ള ടേമുകളെ നോക്കാം. ഇവിടെ ഒരു 3y ഉണ്ട്, ഇവിടെ ഒരു മൈനസ് 9y ഉണ്ട്. അപ്പോൾ 3y മൈനസ് 9y എന്ന് വെച്ചാൽ മൈനസ് 6y. ഇവിടെ ഒരു മൈനസ് 9 ഉണ്ട്, പ്ലസ് 9 ഉണ്ട്, അത് 0 ആയിപ്പോയി. അപ്പോൾ നമുക്ക് പ്ലസ് 0 ഈക്വൽ ടു 0 ഇങ്ങനെ കിട്ടി. ഇതിനെ മൊത്തത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ മൊത്തം ഇക്വേഷനെ ഒരു 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് 2xനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എക്സ് മൈനസ് 6yനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3y, 0നെ പിന്നെ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലൈൻ്റെ ഇക്വേഷൻ എക്സ് മൈനസ് 3y ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇതാണ് ഈ രണ്ട് പോയിന്റിൽ കൂടിയും കടന്നു പോകുന്ന സ്ട്രെയിറ്റ് ലൈൻ്റെ ഇക്വേഷൻ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ. ഒരു ട്രയാങ്കിളിൻ്റെ 3 വെർട്ടെക്സുകൾ തന്നേക്കണു. അതിലൊരു വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ് തന്നേക്കുന്നത് k എന്ന് പറഞ്ഞാണ്. നമുക്ക് ആ കെയുടെ വില കാണണം. ക്വസ്റ്റ്യനിൽ ഏരിയ തന്നിട്ടുണ്ട്. അപ്പോൾ ഏരിയ തന്നിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ചെയ്യുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. അപ്പോൾ ഞാനതൊന്നുകൂടി ഓർമ്മിപ്പിക്കാം. അപ്പോൾ ഇവിടെ ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞ് തന്നേക്കുന്നത് 35 ആണ്. നമ്മൾ ആദ്യം തന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന ട്രയാങ്കിളിൻ്റെ ഏരിയ 35 എന്ന് എഴുതി. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഇക്വേഷൻ ഹാഫ് ഇൻറ്റു ഡിറ്റർമിനൻറ്റ്. ആദ്യത്തെ വെർട്ടെക്സ് എടുത്തു 2 മൈനസ് 6, രണ്ടാമത്തെ വെർട്ടെക്സ് 5 4, മൂന്നാമത് തന്നേക്കുന്നത് K4. ഇനി ഇതിൻ്റെ അറ്റത്ത് ഒരു 1 1 1. ഇതാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. പക്ഷേ ഏരിയ 35 ആണെങ്കിൽ ഈ ഡിറ്റർമിനൻറ്റിൻ്റെ ആൻസർ 35 ആവാം, അല്ലെങ്കിൽ -35 ആവാം. അപ്പോൾ നമ്മൾ ഇവിടെ പ്ലസ് ഓർ മൈനസ് 35 എന്ന് വേണം എഴുതാൻ. അടുത്ത സ്റ്റെപ്പിൽ 1/2 ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഇൻറ്റു 2/1 ആവും. അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ പ്ലസ് ഓ മൈനസ് 35നെ പ്ലസ് ഓ മൈനസ് 70 എന്ന് എഴുതേണ്ടി വരും. ഞാൻ കാണിക്കാം. നമുക്കിപ്പോൾ ഇവിടെ നിന്ന് എക്സ്പാൻഡ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ ഈ ഡിറ്റർമിനൻ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് കിടക്കുന്ന 2 എടുത്തു, അത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്തു. റോയും കോളവും വേണ്ടാന്ന് വെച്ചു. ഇവിടെ 4 ഇൻറ്റു 1 മൈനസ് 4, 4 മൈനസ് 4. ഇനി അടുത്ത എലമെൻ്റ് എടുക്കുമ്പോൾ മൈനസ് ഓഫ് -6. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്ത് കളഞ്ഞു. ബാക്കി 5 ഇൻറ്റു 1 5 മൈനസ് k പ്ലസ് 1 എടുത്തു. ഇത് ഉൾപ്പെടുന്ന റോയും കോളവും കട്ട് ചെയ്തു. 5 ഇൻറ്റു 4 20 മൈനസ് 4k ഈക്വൽ ടു നമ്മൾ ഇവിടെ നിന്നുള്ള 1/2നെ ഇപ്പുറത്തേക്ക് മാറ്റി. 1/2 ഇങ്ങോട്ട് വന്നാൽ ഇൻറ്റു 2/1 ആവും. സോ ഇവിടെ പ്ലസ് ഓർ മൈനസ് 35 ഇൻറ്റു 2/1 എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് 70. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 4 മൈനസ് 4 0 ആയിപ്പോയി. ഈ ടേം ഫുള്ള് 0 ആയിപ്പോയി. അത് പോട്ടെ. ഇവിടെ ഇത് 0, ഇത് 6 ഇൻറ്റു 5 മൈനസ് k. മൈനസും മൈനസും പ്ലസ് 6 ആയി. ഉള്ളിലേക്ക് ഗുണിച്ച് കഴിഞ്ഞാൽ 30. ഇവിടെ പ്ലസ് 6 ഇൻറ്റു മൈനസ് k എന്ന് പറയുമ്പോൾ മൈനസ് 6k. ഇവിടെയാണെങ്കിൽ 20 മൈനസ് 4k ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 70.
ദെൻ അടുത്ത സ്റ്റെപ്പിൽ നോക്കുമ്പോൾ -6k -4k നമുക്കതിനെ -10k എന്ന് എഴുതാം. 30 + 20 50 ഈക്വൽ ടു ആദ്യം നമ്മൾ +or-17 എന്നാണ് ഇവിടെ കിടക്കുന്നത്. അതിലാദ്യം +17 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് -10k + 50 ഈക്വൽ ടു വെറും 70. അപ്പോൾ ഈ +50 അപ്പുറത്തേക്ക് പോയി. അപ്പോൾ നമുക്ക് -10k ഈക്വൽ ടു 50 അപ്പുറത്തേക്ക് പോയാൽ -50 ആയി. അപ്പോൾ 70 - 50 20 എന്ന് കിട്ടി. അപ്പോൾ k ഈക്വൽ ടു 20 ഇവിടെ നിന്നുള്ള -10 അപ്പുറത്തേക്ക് പോയി. 20 - -10 എന്ന് പറഞ്ഞാൽ -2. അപ്പോൾ കെയുടെ ഒരു ഉത്തരം -2 എന്ന് കിട്ടി. ഇനി ഇതുപോലെ അടുത്ത ആൻസർ വെക്കാനായിട്ട് -10k + 50 ഈക്വൽ ടു അടുത്തത് -70 എന്ന് കൊടുക്കുക. അപ്പോൾ നമുക്ക് -10k ഇവിടെ തന്നെ വെച്ചു, +50നെ റൈറ്റ് സൈഡിലേക്ക് കൊടുത്തു. +50 ഇങ്ങോട്ട് പോയാൽ -50 ആയി. അപ്പോൾ -70 - 50 -120 ആയി. ദെൻ k ഈക്വൽ ടു -120 / -10 എന്ന് വന്നു. മൈനസും മൈനസും കട്ട് ചെയ്ത് പോയി, ഉത്തരം 12 എന്ന് കിട്ടി. അപ്പോൾ കെയുടെ വാല്യൂ -2 ആവാം 12 ആവാം. k ഈക്വൽ ടു -2, 12. കെക്ക് 2 ഉത്തരങ്ങൾ കിട്ടി. ഇത് ശ്രദ്ധിക്കണം, ഇങ്ങനെ ഏരിയ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിലൊക്കെ കെക്ക് 2 ഉത്തരങ്ങൾ കിട്ടും. രണ്ടും കണ്ടെത്തിയാലേ നമ്മുടെ പണി കഴിയുള്ളൂ. ഓക്കെ.